ഹായ് ഗൈസ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോണത് നമ്മുടെ തളപതി വിജയുടെ അവസാനത്തെ സിനിമ എന്ന് പറയപ്പെടുന്ന സിനിമയുടെ ഒരു ഫസ്റ്റ് സിംഗിൾ വന്നിട്ടുണ്ട്. അതിൻ്റെ റിയാക്ഷനാണ്. സോ ജനനായകൻ എന്നാണ് സിനിമയുടെ പേര്. അതിൻ്റെ അതിൽ വന്നേക്കുന്ന ഫസ്റ്റ് സിംഗിളുടെ പേരാണ് തളപതി കച്ചേരി എന്ന് പറഞ്ഞിട്ട്. സോ അത് നമ്മൾ കോമ്പോസിഷൻ ചെയ്തേക്കുന്നത് അനിരുദ്ധാണ്. ആൻഡ് ടി സീരീസ് ആണ് അതിൻ്റെ റൈറ്റ്സ് എടുത്തിട്ടുള്ളത്, അതായത് മ്യൂസിക് റൈറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. സോ ഇപ്പൊ തന്നെ വ്യൂസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അറൌണ്ട് 12 മില്യൺ അടിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ട്രെൻഡിങ് ഓൺ യൂട്യൂബ് മ്യൂസിക്. പിന്നെ 1.1 മില്യൺ ലൈക്സും വന്നിട്ടുണ്ട്. സോ നമുക്ക് റിയാക്ട് ചെയ്യാം. ഓക്കെ, KVN Productions, Venkat K. Narayana presents. Look at this. Okay. Anirudh music, obviously. ஐசாங்க கொஞ்சம் பாரு அண்ணனோட பேரு ஜொலிக்குதுடா ஸ்லோமோ தெரிக்குதுடா அன்பானன் பிச்செல்லாம் கேளு நம்பிக்கையா சேரு இருக்குதுடா காலம் பிறக்குதுடா தனக்குன்னு வாழாத வாழாத ஒருத்தன் மாறானே திருத்திட போறானே கலுக்கலுமா தளபதி தளபதி கச்சேரி அங்கனா மனசுங்கனா வெறித்தனமா கச்சேரி தளபதி கச்சேரி கொடிய பறக்க விட்டு விருந்து வச்சு கொண்டாடலாமா பக்கல்ல பிட்டாய் பக்கல்ல பிட்டாய் பக்கல்ல பிட்டாய் பிட்டாரே 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 കപ്പി, മെർസല്, ലിയോ, സച്ചിൻ, എല്ലാ ക്യാരക്ടറും പോകുന്നുണ്ട്. നമ്മുടെ ഒട്ടുമിക്ക എല്ലാ സിനിമകളിലും ഇത് വേണ്ടില്ല. ബോട്ടിൻ്റെ അത് யாரு காட்டு அதன் வேர்களில் நம்ம வேர்வ பாரு மரம் மேல் ஒரு கூடு அதன் தாய் வழி சொந்தம் இந்த காடு ஆவோ டுகெதர் பையா பையா ஜாதி பேதம் லோலே தையா நீங்கள் ஸ்நேகம் போல் மண்ணில் எங்கும் அண்ணன் கண்டெல்லாம் வாச்சையா ஒருத்தன் வாரானே திருத்திட போறானே தங்கமே தளபதி கச்சேரி தளபதி கச்சேரி அங்கனா மனசுங்கனா வெறித்தனமா பைபாபலாமா கச்சேரி தளபதி கச்சேரி கொடிய பறக்க விட்டு விருந்து வச்சு கொண்டாடலாமா தளபதி கிட்ட பாட்டே மன போல யாரு காட்டே தளபதி கிட்ட பாட்டே எங்க போல யாருன்னா காட்டுறாடே எங்க அண்ணன் தளபதி கிட்ட பாட்டே വിജയ് ആൻഡ് അനിരുദ്ധ് ഇത്രയും കൂടി அண்ணா என்னடா ஒன் லாஸ்ட் டான்ஸ் One last dance. ஓகேடா போடே One last dance. Nice. ഓക്കെ, സോ ഇതില് സ്റ്റാർ കാസ്റ്റ് പറയുകയാണെങ്കിൽ അഫ്കോഴ്സ് വിജയ്, പിന്നെ പൂജ ഹെഗ്ഡെ, ബോബി ഡിയോള്, മമിത ബൈജു, ഗൗതം വാസുദേവ് മേനോൻ ഉണ്ട്, ഓഫ് കോഴ്സ് നൈസ്, പ്രകാശ് രാജ് ഉണ്ട്, പ്രിയാമണി ഉണ്ട്, നരയൻ ഉണ്ട്. ഓക്കെ, സോ വാവ്, ഇറ്റ്സ് പ്രിറ്റി ഗുഡ് സ്റ്റാർ കാസ്റ്റ് യു ഹാവ്. നല്ല സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അതിൻ്റെ നമ്മുടെ ഡയറക്ടർ എച്ച് വിനോദാണ്. അപ്പോൾ അതായത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന വെങ്കട്ട് കെ നാരായണൻ ആൻഡ് കോ പ്രൊഡ്യൂസേഴ്സ് ആണ് ജഗദീഷ് പളനിസ്വാമി ആൻഡ് ലോഹിത് NK. സോ തളപതി കച്ചേരി പറ്റി പറയുവാണെങ്കിൽ ലൈക്ക് അഫ്കോഴ്സ് ഒരു മാസ്
മസാല മ്യൂസിക് തന്നെയാണ് കിടിലൻ. ആൻഡ് ഇതിൽ നമ്മുടെ വിജയണ്ണൻ്റെ അവസാനത്തെ പടമായിരിക്കും മിക്കവാറും. കാരണം ഇതിൽ അവസാനം വരുമ്പോൾ വൺ ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മിക്കവാറും ഇതായിരിക്കും നമ്മളുടെ സിനിമാ ജീവിതത്തിൽ, അതായത് വിജയുടെ സിനിമാ ജീവിതത്തിലത്തെ അവസാനത്തെ പടം. ആൻഡ് അഫ്കോഴ്സ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അത് എപ്പോഴാണ് റിലീസും കാര്യങ്ങളൊന്നും അറിയില്ല. മേ ബി ജാൻ ആയിരിക്കും അല്ലേ. ഐ തിങ്ക് ഇറ്റ്സ് ഓൺ ജാൻ. കൊടുത്തിട്ടില്ല, സെക്കൻഡേ. ജാൻ ആണോ എന്ന് ഞാൻ കൂടെ കണ്ട പോലെ. വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ഇല്ല, ഒരു അത് അനൗൺസ് ചെയ്തിട്ടില്ല. ബട്ട് മേ ബി ചാനൽ തന്നെ ആയിരിക്കും പുള്ളിയുടെ റിലീസ് വരാൻ പോകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഫസ്റ്റ് സിംഗിൾ അടിപൊളിയായിരുന്നു. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് വിജയ് മാജിക് ഓൺ സ്ക്രീൻ. കാരണം ഞാൻ ലിയോ ആണ് പുള്ളിയുടെ അവസാനമായിട്ട് കണ്ട പടം. ആൻഡ് അതിൽ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ പൊന്നെ, എസ്പെഷ്യലി ആ ബൈക്കിൽ വരുന്ന സീനൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ എന്തൊരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ. പിന്നെ മറ്റേ നാന്താണ്ട ലിയോ, ആ സംഭവമൊക്കെ ഇപ്പം പുള്ളി സാധനമാണ്. അപ്പോൾ ഈ പടം കഴിഞ്ഞ് ആ സ്ക്രീനിൽ നിന്ന് നമ്മൾ ഇയാളെ നല്ലോണം മിസ് ചെയ്യും. കാരണം ഞാൻ ആദ്യമേ സൂര്യയുടെ ഫാനായിരുന്നു. പിന്നെ പുള്ളിയുടെ കത്തി എന്ന് പറഞ്ഞ പടം കണ്ട ശേഷം, അതായത് വിജയുടെ കത്തി എന്ന് പറഞ്ഞ പടം കണ്ട ശേഷമാണ് ഞാൻ ആക്ച്വലി പുള്ളിയുടെ ഫാനായത്. അതിലത്തെ ഓരോ പാട്ടും ഓരോ സീക്വൻസും ലൈക്ക് ചില നോട്ടങ്ങളടക്കം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ തൊട്ടാണ് ആക്ച്വലി എൻ്റെ ലൈക്ക് വിജയ് പ്രാന്ത് കൂടി വന്നത്. ലൈക്ക് അതാണ് എനിക്ക് എൻ്റെ ഇപ്പോഴും സ്റ്റിൽ ഫേവററ്റ് ആയിട്ടുള്ള പടം കത്തിയാണ്. സോ ഓഫ്കോഴ്സ് വി ഗോണ മിസ് യു വിജയ്. പക്ഷേ എന്തായാലും പൊളിറ്റിക്കൽ ഭാവിനെ നോക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് പുള്ളി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നേതാവായിട്ട് എന്തായാലും മാറട്ടെ. എന്തായാലും ചെയ്യും. കാരണം പുള്ളിയുടെ സമ്മേളനവും കാര്യങ്ങളൊക്കെ ഞാൻ വാച്ച് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ ലൈക്ക് പുള്ളി ഓഫ്കോഴ്സ് ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കും. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. സോ ബൈ.